പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ നമുക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അനിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, മീൻസ് പപ്പയുടെ അനിയൻ്റെ മോൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജോസിക്ക. ജോസഫ് എന്നാണ് പേര്, ഞങ്ങൾ ജോസിക്ക എന്നാണ് വിളിക്കുക. അവർ പുറത്താണ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവർ നാട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു ഗ്രീൻ ഫ്രോക്ക്, ഒരു ഹീൽസ് ഇട്ട് ഇങ്ങനെ കുട്ടിച്ചാക്ക് പോലെ ഇരിക്കും. സോ ഉടുപ്പ്, ഹീൽസ്, പിന്നെ ഒരു ബാങ്കിൾ, എൻ്റെ വാച്ച്. എന്താ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കാൻ. പോകുന്നതിന് മുമ്പ് തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ഒക്കെ ഞാൻ പഴയ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതപ്പോൾ റെഡി ആവുന്നതിന് മുമ്പ് എടുത്തൊരു ക്ലിപ്പാണ്. ഈ സമയത്ത് എന്തിടണം എന്നുള്ള ആലോചനയിലാണ്. ഇപ്പോൾ മിമ്മു ഉണ്ട് കൂടെ. മിമ്മുവിനെ ഞാൻ ലാസ്റ്റ് റെഡിയാക്കുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഫൈനലി ആണ് ഔട്ട്ഫിറ്റ് സെറ്റായത്. അത് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ മുടി കിട്ടും എന്നുള്ള ആലോചനയിലായി. ആലോചിച്ച് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഗാഢമായ ആലോചനയിലാണ്. അഴിച്ചിട്ട രക്ഷയില്ല, മിമ്മു പിടിച്ച് വലിക്കും. അപ്പോൾ കെട്ടിവെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് നിരത്തി പറഞ്ഞ ഹീൽസ്, അതിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഷോ എന്ന് പറഞ്ഞാൽ ഫോൺ എന്താ പറയുക, ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് പിടിക്കുക, വ്ളോഗേഴ്സൊക്കെ പിടിക്കുക എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വണ്ടി ഇപ്പോൾ വരും. പപ്പേനെയും അമ്മേനെയും ഫോട്ടോ എടുപ്പിക്കാനുള്ള തിരക്കിലാണ്. അവർ ഫോട്ടോസിൽ വീഡിയോസിൽ അത്ര ഫ്ലെക്സിബിൾ അല്ല. അപ്പം ഞാൻ അവരെ ഫോഴ്സ്ഫുള്ളി പിടിച്ചിരുത്തി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മിമുവാവ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇരിക്കണം, ചിരിക്കണം, നേരെ ഇരിക്കണം, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അവളാണ് അവർക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ അവളുടെ ഓരോ വർത്താനം കേട്ട് അമ്മയും പപ്പിരുന്ന് ചിരിക്കുകയാണ് അവൾ ഇവരെ പഠിപ്പിക്കണം കേട്ടിട്ട്. എനിവേസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ വണ്ടി വരും, നമ്മൾ കയറിപ്പോകും. യെസ്, വണ്ടി വന്നു ഗെയ്സ്. ജോളമ്മയും ജോണങ്ങളുണ്ട്. ഇനി നമ്മൾ പോകുന്ന വഴിയിൽ പള്ളിക്കുന്നത്തുനിന്ന് ചിറ്റാനി ജോൺസങ്ങളെയും അക്കമോളെയും പിക്ക് ചെയ്യണം. അവിടെയാണ് ഫുഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡും എടുത്ത് ഫുഡൊക്കെ വണ്ടി കയറ്റി നമ്മൾ പതുക്കെ ഇറങ്ങി. ഈ ആമ്പല്ലൂർ ഒരു രക്ഷയില്ല കേട്ടോ. ബ്ലോക്ക്. ഇന്ന് പിന്നെ എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നു. മറ്റേത് നമ്മളിങ്ങനെ എത്ര സമയം കിടക്കണം എന്നറിയോ. ഞാൻ ആലോചിക്കുക, ഇപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ മിമു ഉറങ്ങിട്ടോ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ടാസ്ക്കാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തി, ജോസ് പാപ്പൻ്റെ ഫ്ലാറ്റിലെത്തി. സ്കൈ ലൈനാണ് കേട്ടോ. ഫ്ലാറ്റിലേക്കാണോ? ആരുടെ ഫ്ലാറ്റിലേക്കാ? അവിടെ എന്നിട്ട് പരിപാടി ഇപ്പൊ പറയും മറ്റേ സ്ഥലം നല്ല പരിപാടി. എന്നിട്ട് പരിപാടി അവിടെ നല്ല പരിപാടി. നിങ്ങളിപ്പോൾ കേട്ടത് മിമുവിൻ്റെ വോയിസ് ഓവറാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ എൻ്റെ കൂടെ ഇരുന്ന് പറയാം, ഫുഡൊക്കെ എടുത്ത് നമ്മൾ ലിഫ്റ്റിൽ കയറാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മൾ ഫുഡൊക്കെ എടുത്ത് ലിഫ്റ്റിൽ കയറി 9th ഫ്ലോറിലാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഇപ്പോൾ ജോജൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ ജോസഫിനെയും കൊണ്ട് പള്ളിയിൽ പോയേക്കാണ്. അവനെ മാറ്റി അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോഴേ അവർ വരുള്ളൂ. ജോജു
ഇനിയിപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടികളാണ്. മിമുവിനെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇവിടെ മിമു കുറച്ചും കൂടെ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ അവൾ ഒരു ഫ്ലവർ വേസ് നൈസായിട്ട് തട്ടിപ്പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതുപോലത്തെ വേറൊരെണ്ണം കിട്ടി, റീപ്ലേസ് ചെയ്തു അത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിമുവിനെ ഇങ്ങനെ ഇറക്കി വിടാൻ ഭയങ്കര പേടിയാണ്. അവളുടെ മേത്ത് എപ്പോഴും ഒരു കണ്ണ് വേണം. അപ്പോൾ അമ്മേനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സെറ്റിങ്സിലേക്ക് കിടന്നു. എല്ലാവരും ഭയങ്കര ഫാസ്റ്റായിട്ട്, ഇത് ടൈം ലാപ്സ് വീഡിയോ ആണ്, ഇത്രയ്ക്ക് ഫാസ്റ്റ് ഇല്ല, എന്നാലും വളരെ ഫാസ്റ്റായിട്ട് എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കഴിഞ്ഞു, ഒക്കെ വീർപ്പിച്ചു. ക്യാൻഡിൽസ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കണേ? മേൽനോട്ടാണോ? മേൽനോട്ടക്കാരനാണോ? നോക്കുകൂലി വാങ്ങുവോ? ഇല്ല, അതെ ഞാൻ എടുത്തായിരുന്നു, എനിക്കറിയായിരുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ട്. അവന് സർപ്രൈസായിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ അവന് ബർത്ത്ഡേ വിഷ് പറയുന്നൊരു വീഡിയോ. അത് നമുക്ക് ടി വിയിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ടൊരു ഇച്ചിരി സമയമെടുത്തു. സ്പീക്കർ ഓൾ സെറ്റ് ആക്കൂ. ചെരുപ്പൊക്കെ അകത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. വിളിക്കാണോ ജോസ് പാപ്പനെ? വീഡിയോ ഞാൻ ചോദിക്കട്ടെ? അയ്യോ, വീഡിയോ സെറ്റ് ആക്കണല്ലോ അല്ലേ? അല്ല, വീഡിയോയും കൂടി സെറ്റ് ആക്കിയിട്ടേ ജോസ് പാപ്പനോട് വരാൻ പറയാം. എന്നിട്ടാണ് ഇല്ല. മാറിക്കോ. ഞാൻ അത് ബലൂൺ വീർപ്പിക്കുക ആണോ? വേഗം വീർപ്പിച്ചോ. മിമു തിരിച്ചു ചെയ്യണേ ആണോ? വേഗം വീർപ്പിക്ക്. അതിന്റെ ചാർജ് കഴിഞ്ഞിട്ടാവും ഇതിലത്തെ 5 മിനിറ്റ് അതെ എവിടെ തിരിയുണ്ട് എന്നാ അതെ അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യണം. ലൈറ്റ്സ് ഓഫ്. ലൈറ്റ്സ് ഓഫ്. ആ റൂമിലത്തെ ലൈറ്റ് ഇരുന്നോട്ടെ. ഡോർ ക്ലോസ് ചെയ്തോ. ഇതില് വീഡിയോ അപ്പം തന്നെ കാണില്ലേ?
George. Surprise! Many happy birthday, and enjoy the proceedings. Good holidays. Joseph, happy birthday. Joseph, happy birthday. Happy birthday, Joseph. Hi Joseph, happy birthday. Hi Joseph, happy birthday. Happy birthday, Joseph Cheta. Hi, happy birthday, Joseph. Happy birthday, Joseph. We miss you and we'll see you soon. Happy birthday Joseph Jada. Happy birthday, Joseph Cheta. Happy birthday, Joseph Cheta. Joseph, many happy returns of the day. Stay blessed, enjoy your day, keep smiling. Bye. Hi, happy birthday, Joseph Cheta. Happy birthday, Joseph. May God bless you, my friend. Happy birthday, Joseph. With God. Day to you. Happy birthday to dear Joseph. Happy birthday to you. Birthday to you. Happy birthday to you. Happy birthday to dear Joseph. Happy birthday to you. പപ്പയുടെ കൂടെയാ ആണോ? എങ്കടാ വാ പ്രാർത്ഥിക്കാൻ വാ മിമു, പ്രാർത്ഥിക്കാൻ വാ. നമ്മള് പ്രാർത്ഥിക്കാൻ പോവാ. വാ പ്രാർത്ഥിക്കാൻ പോവാ, നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം പ്രത്യാശയും സ്വർഗനേക്കും സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേയും അങ്ങനെയുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലാഭത്തിൽപ്പെടുത്തില്ല ഞങ്ങൾ ക്ഷമിക്കണമേ. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സമൃദ്ധമായ പുൽത്തകിടകളിൽ അവിടെ നിന്ന് നയിക്കും. പ്രശാന്തമായ പ്രിയപ്പെട്ട ജോസഫിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ശുഭാവസരത്തിലും അവിടുത്തെ പ്രാധാന്യത്തിലും ചുറ്റുമേരിക്കുന്ന ഞങ്ങളുടെ കരുണാപൂർവ്വം പ്രാർത്ഥിക്കണം. അടിയുറച്ചോളറും ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മയിൽ നിന്നോട് ജയിക്കാനുള്ള സ്വഭാവം പ്രാർത്ഥിക്കുന്നു. പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസഫിന് ദീർഘായുസും പൂർണ്ണാരോഗ്യവും ജനിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം സുഹൃത്തുക്കളെ നൽകി സന്തോഷത്തിലും സൗഹൃദത്തിലും ജോസഫിനെ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൗഹൃദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഒരു ദിവസം അങ്ങയെ നേരിൽ കണ്ട് അനുഭവിക്കാനുള്ള അനുഗ്രഹം നൽകുമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പത്തിലും സന്താപത്തിലും അവിടുത്തെ ദീർഘായുസും പൂർണ്ണാരോഗ്യവും സന്തോഷ ശാന്തിയും സന്തോഷവും ഹൈ 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 ഹൈ. ബ്ലൂ അമ്മല് വെക്കണേ ശരി. അമല് വെക്കണേ ശരി. ഞാൻ പറഞ്ഞ ചേട്ടൻ അതിന്റെ കാണില്ലല്ലോ. ആരെന്നാ Happy birthday to you.
Happy birthday to you. Happy birthday to dear Joseph. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. അൺഫോർച്ചുനേറ്റ്ലി അത്രയും വീഡിയോയെ എനിക്ക് കിട്ടിയുള്ളൂ. മീൻസ് ബാക്കി ഷൂട്ട് ചെയ്തതൊക്കെ എൻ്റെ പോയി ഗൈസ്. അതെന്തുണ്ടായെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. കേക്ക് കട്ട് ചെയ്യുന്നവരുള്ള വിഷ്വൽസ് എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയെടുത്തതൊക്കെ പോയി. അതെങ്ങനെ പോയി എന്ന് എനിക്ക് ഒരു ഐഡിയയുമില്ല. അത് കഴിഞ്ഞായിരുന്നു റിയൽ വൈബ്. നമ്മൾ ജോസൂട്ടിനെ കൊണ്ട് കുറേ 3-4 പാട്ടൊക്കെ പാടിച്ചു. അവൻ നല്ല അടിപൊളിയായിട്ട് പാടും. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പാട്ട്, ഡാൻസ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. വൈബ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റി, പക്ഷെ അതിൻ്റെ വിഷ്വൽസൊക്കെ പോയി. നിമുവാവ് ഇവിടെ ഉണ്ട്. ഹായ് ഹായ് പറഞ്ഞേ. ഹായ്, സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ഹലോ ഗേസ് പറഞ്ഞേ. ഹലോ ഗേസ്. അവിടെ ട്രൈപ്പോഡ് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നിമുവാവ ലിപ്സ്റ്റിക് ഇടാണോ? ഓഹോ ഓഹോ ഓഹോ. ഓക്കെ, അങ്ങനെ ഗൈസ്. അപ്പം ഞാൻ ബാക്കി അക്കുമോൾ എടുത്ത വീഡിയോസും പിന്നെ ഐശ്വര്യമോൾ എടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇറന്ന് മേടിച്ചു. അത് അവർ മറ്റേ ഷോർട്സ് വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ വിഷ്വൽസാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നാലും മറ്റേ വൈബ് കിട്ടൂല. അപ്പം അങ്ങനെ, അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിയും. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ കളറായി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വിഷ്വൽസും കൂടെ ഇതിൻ്റെ കൂടെ കണ്ടോട്ടാ. ഈ വിഷ്വൽസ് നമ്മുടെ ജോജുട്ടി അവൻ്റെ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ജോസഫിന് വേണ്ടിയിട്ട് പറഞ്ഞൊരു ബർത്ത്ഡേ സ്പെഷ്യൽ സ്പീച്ചായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു. This is for Chata, the most brotherly of brothers, the most sonly of sons, and other. Okay. For Chata. Cheers. Adios.